നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തെ സാമാന്യ ഫലങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ 2024 ഏപ്രിൽ മാസത്തെ സാമാന്യ ഫലങ്ങൾ നോക്കാം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് സാമാന്യം ധനവരവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എങ്കിലും വരവും ചെലവും പൊരുത്തപ്പെട്ടു പോകാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു സമയമായിരിക്കും. അതായത് ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ ജീവിത പങ്കാളിയുമായിട്ട് നേരിയ പൊരുത്തക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരസ്പരം സംസാരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. കൈവശമുള്ള ഭൂമി, മറ്റ് വിലപ്പെട്ട സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായ ഒരു സമയമല്ല. ഒരുപക്ഷെ ബിസിനസ്സിൽ അല്പം മാന്ദ്യം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പലപ്പോഴും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത. സെയിം ഫീൽഡിലോ അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയിൽ നമ്മുടെ ബിസിനസ് മേഖലയിൽ പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ച കണ്ടിട്ട് അസൂയാലുക്കളായ ആളുകളുടെ പ്രവർത്തനം കൊണ്ടൊക്കെ അതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അല്പം കാലതാമസം ഉണ്ടായേക്കും. ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. മേടക്കൂർ എന്ന് പറയുന്നത് ചൊവ്വയുടെ ആധിപത്യമുള്ള രാശിയാണ്, കൂറാണ്. ചൊവ്വയാണെങ്കിൽ കുംഭത്തിൽ ശനിയോടൊപ്പമാണ് നിൽക്കുന്നത്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലും ജന്മക്കൂറിലുമായിട്ടാണ് സൂര്യൻ ഏപ്രിൽ മാസത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും. പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് കൂടുതൽ സമയം വേണ്ടി വരുന്നതായിട്ട് അനുഭവപ്പെടും. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയുള്ള ശത്രുത ഉണ്ടാകുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ പോലും നമ്മളുടെ പല പ്രവൃത്തികളും തെറ്റിദ്ധരിക്കപ്പെടുകയും അതുമൂലം ശത്രുത ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പഴയ കാലത്തുള്ളതിനേക്കാളും ജനസമ്മതി കുറഞ്ഞതായിട്ട് അശ്വതിക്കാർക്ക് അനുഭവപ്പെടും. രാഷ്ട്രീയ രംഗത്തെപ്പറ്റി അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തെപ്പറ്റി പറയുമ്പോൾ നേരത്തെ വളരെയേറെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്ത്, അതായത് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ പഴയൊരു അനുഭാവികളുടെ ഒരു കൂട്ടം നമ്മളുടെ ഒപ്പം ഇല്ലാത്തതായിട്ട് അനുഭവപ്പെടും. ശനിയും ചൊവ്വയും 11ാം ഭാവത്തിൽ കുംഭത്തിലാണ് നിൽക്കുന്നത്, ഒന്നിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിൽ നിന്ന് കുറച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. 11ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നല്ലതാണ്. ചൊവ്വയും 11 നിൽക്കുന്നത് നല്ലതാണ്. ചൊവ്വയും ശനിയും തമ്മിലുള്ള കോമ്പിനേഷൻ അത്ര ഗുണകരമല്ല എങ്കിൽ പോലും നമുക്ക് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ കുറച്ച് ഗുണങ്ങൾ കിട്ടുന്നതാണ്. നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടി വരും. പ്രിയപ്പെട്ട ആളുകൾക്കൊപ്പം, സുഹൃത്തുക്കളോടൊപ്പമോ അടുത്ത ബന്ധുക്കളോടൊപ്പമോ ഒക്കെ യാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്ന സമയമാണ്. കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ പരിഭവങ്ങളൊക്കെ ഉണ്ടായാൽ പോലും സന്തോഷം പങ്കുവെച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആഡംബരങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കേണ്ട അവസരങ്ങൾ വന്നു ചേരും. അതുകൊണ്ടാണ് ഈ വരവും ചെലവും പൊരുത്തപ്പെടാൻ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞത്. പുതിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക്, പുതിയ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ്. ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ശത്രുക്കളുടെ പ്രവൃത്തികളാണ്. അപ്പം നമ്മൾ ശത്രുക്കളെന്ന് പലപ്പോഴും ധരിക്കാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ശത്രുതാപരമായ പ്രവൃത്തികൾ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കരുതൽ വേണം. അങ്ങനെ പല കാര്യങ്ങളും നേരാവണ്ണം ചെയ്യാൻ പറ്റാതെ നിരാശയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാലത്തിൻ്റെ ദോഷമാണെന്ന് മാത്രം കരുതി മറ്റ് ആക്റ്റീവായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് ഉത്സാഹം കേന്ദ്രീകരിച്ച് അത് ചെയ്യുക. ഈ അശ്വതി നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. കേതു പ്രീതികരങ്ങളായ മന്ത്രങ്ങളും സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഉത്തമമാണ്.
അതുപോലെ തന്നെ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, പൂജകളൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം അല്ലെങ്കിൽ ഭദ്രകാളി ഭജനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഓജരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ, ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ ഭജനവും, യുഗ്മരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ദേവീ ഭജനവുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്നും നമുക്കറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി ദേവിയെയും പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. പിന്നെ വ്യക്തിപരമായിട്ട് നോക്കുമ്പം സൂര്യദശ, ചൊവ്വദശ, വ്യാഴദശ, ഈ 3 ദശകളിൽ കൂടെ കടന്നു പോകുന്ന അശ്വതി നക്ഷത്രക്കാർ അല്പം സൂക്ഷിക്കേണ്ട കാലമാണ്. അശുഭകരങ്ങളായ പല പ്രയാസങ്ങളും അവർക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് ആ കാലത്ത് അവർ പ്രാർത്ഥനകൾ അല്പം വർദ്ധിപ്പിക്കേണ്ടതാണ്. ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അവരുടെ മതപരമായ വിശ്വാസങ്ങളനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അന്നദാനം, വസ്ത്രദാനം ഒക്കെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം മേടക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണെങ്കിൽ പോലും നക്ഷത്ര സ്വഭാവം അശ്വതി നക്ഷത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് സാമാന്യമായിട്ടുള്ള കുറേ ഫലങ്ങളും ഉണ്ടാവും, ഒരുപോലുള്ള ഫലങ്ങളും ഉണ്ടാകും, വ്യത്യസ്തമായ കുറച്ച് ഫലങ്ങളും അവർക്ക് ഉണ്ടാകും. സാമാന്യം നേട്ടങ്ങൾ ധനപരമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. എന്നാൽ ഈ സമയത്ത് ആരെയും അമിതമായിട്ട് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭരണി നക്ഷത്രക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം. ജീവിതത്തിൻ്റെ പല മേഖലകളിലും അധിക ചിലവുണ്ടാകും. പ്രതികൂല അവസ്ഥകൾ പലതും തരണം ചെയ്യേണ്ടി വരും. എപ്പോഴും നമ്മൾ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ചില സമയത്ത് വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ നമ്മൾ നോക്കുമ്പം ആ പ്രതികരണം ഒരല്പം മിതത്വം പുലർത്തേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വാക്കുകളിലും പ്രവൃത്തികളിലും അമിത ആവേശം ഉണ്ടാകാൻ പാടില്ല, അത് നിയന്ത്രിക്കണം. അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ പലതും ഉപേക്ഷിച്ച് പൊതുജന ആവശ്യങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഭരണി നക്ഷത്രക്കാർ പലപ്പോഴും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവരതിലങ്ങ് മുഴുകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അവർക്കതിനകത്ത് നല്ല പ്രാഗൽഭ്യവും ഉണ്ടായിരിക്കും. ആധ്യാത്മിക ചിന്തകൾ, ആത്മീയ ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. ആ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അവരൊരു ദൈവാനുഗ്രഹവും ഉണ്ടാകും. ഗുണവും ദോഷവും സമ്മിശ്രമായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലമാണെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. പലപ്പോഴും ഒരു പരുക്കൻ മട്ട് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതികരണങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല കാര്യങ്ങൾക്കും മന്ദഗതിയുണ്ടാകും. ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യം സാധിച്ചു കിട്ടുന്നില്ല. പിന്നെ പാദങ്ങൾക്ക് മുറിവുണ്ടാകാം, യാത്രാക്ലേശം കൊണ്ട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനിടയുണ്ട്. ജോലിയിൽ സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ഭാഗ്യം നമ്മുടെ തൊട്ടടുത്ത് വന്നിട്ട് മാറിപ്പോകുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടേക്കാം. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് അവർക്ക് ഉണ്ടാകും. സഹോദരങ്ങളുടെയും വീട്ടിലെ പ്രായമായവരുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നതാണ്. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ജോലി നേടാനൊക്കെ സാധിക്കുന്ന രീതിയിൽ അവർക്കത് ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം ലഭിക്കാനായിട്ട് യോഗമുണ്ട്. പിന്നെ നമ്മൾ മേടക്കൂറിൻ്റെ പൊതുഫലങ്ങൾ നോക്കുമ്പോൾ ബന്ധുക്കളുമായിട്ട് സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ചേർന്ന് യാത്രകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും. അല്പസ്വല്പം ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യം അടുത്ത് വന്നിട്ട് പോകുന്നു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. വാഹന യോഗമുള്ള കാലമാണ്. ഈ ശത്രുക്കളുടെ പല പ്രവൃത്തികളും അലോസരം സൃഷ്ടിക്കുന്ന കാലമാണ്. ഭരണി നക്ഷത്രക്കാർ ചന്ദ്രദശയിലോ രാഹുർദശയിലോ ശനിദശയിലോ ആണ് ഇപ്പോഴ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചന്ദ്രദശ, രാഹുദശ, ശനിദശ ഈ ദശാകാലങ്ങൾ അനുഭവിക്കുന്ന ഭരണി നക്ഷത്രക്കാർ പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ 3 ദശാകാലങ്ങളും അവർക്കത്ര ഗുണകരമല്ല. ഭരണി നക്ഷത്രം അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ പൂരം, പൂരാടം
എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ദേവിയുടെ ഭജനം ഒക്കെ നടത്തുന്നത് വളരെ ഉത്തമമാണ്. മനസ്സമാധാനവും ധനപരമായിട്ട് ഗുണമൊക്കെ ഉണ്ടാകാനായിട്ട് സഹായകരമാണ്. ജന്മനക്ഷത്രം തോറും ലക്ഷ്മി പൂജ നടത്തുന്നത് നല്ലതാണ്. ശുക്രപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ, അതുപോലെ തന്നെ കുടുംബ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. യക്ഷി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വിധിയാവണ്ണം, അതായത് വിധിപ്രകാരമുള്ള വഴിപാടുകൾ ചെയ്യുക. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ രാശിനാഥൻ എന്ന് പറയുന്നത് രാശിയാണല്ലോ, മേടക്കൂറിലാണല്ലോ വരുന്നത്. അപ്പോൾ ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് ചൊവ്വ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചുവന്ന പട്ട് സമർപ്പിക്കുക, തടസ്സം മാറാനുള്ള അർച്ചനകൾ സമർപ്പിക്കുക. ഇതൊക്കെ നല്ലതാണ്. ശത്രുക്കളുടെ ഉപദ്രവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ശത്രു നശിച്ചു പോകണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ശത്രുദോഷം മാറണം, ശത്രുവിൻ്റെ ദോഷം മാറുക എന്നുള്ളത് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടൊരു പട്ട് സമർപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. മറ്റു വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഏറ്റവും വലിയ പ്രത്യേകത ഈ ഭാഗ്യാനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി പോകുന്നതായിട്ടുള്ള ആ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി ഭരണി നക്ഷത്രക്കാർ മുന്നോട്ട് പോവുക. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരുടെ താൽക്കാലിക ഫലങ്ങളാണ്. കാർത്തിക നക്ഷത്രം 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പാദം മേടക്കൂറിലും ബാക്കി 3/4 ഭാഗം ഇടവക്കൂറിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കുമ്പോൾ മേടക്കൂറിൻ്റെ 11ലാണ് ചൊവ്വയും ശനിയും നിൽക്കുന്നത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 10ലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഗ്രഹസ്ഥാനങ്ങളിൽ. പിന്നെ നക്ഷത്ര സ്വഭാവവും താൽക്കാലിക ഫലങ്ങളെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. പുതിയ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. അതും നല്ല അർത്ഥവത്തായ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കും. സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാലമാണ്. അതുപോലെ സമൂഹത്തിലെ ഉന്നത സ്ഥാനമുള്ള വ്യക്തികളുമായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. ആ ബന്ധങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യും. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ അത് ഗുണം ചെയ്യും. അങ്ങനെ സജ്ജനപ്രീതി, ദൈവാനുഗ്രഹമൊക്കെ ലഭിക്കും. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഈ മാസം ഉണ്ടാകും. വസ്ത്രം, ആഭരണം, വാഹനം തുടങ്ങിയവയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. പതിവിലേറെ പണം പലപ്പോഴും ചെലവഴിക്കുന്ന കാലങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഈ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന അസുഖങ്ങളൊക്കെ വന്ന് ചികിത്സിക്കാൻ മറന്നു പോകും, പിന്നത്തേക്ക് മാറ്റിവെക്കും. അത് പാടില്ല. അസുഖങ്ങളെ അവഗണിക്കാതെ യഥാസമയം തന്നെ ചികിത്സിക്കേണ്ടതാണ്. പൊതുവെ നോക്കുമ്പോൾ ഒരു സമ്മിശ്രമായ അനുഭവം എന്ന് പറയാം കാർത്തിക നക്ഷത്രത്തെ ആകെ എടുക്കുമ്പോൾ. എങ്കിലും മേടക്കൂറിലുള്ള ആളുകളെ സംബന്ധിച്ച് ചിലവ് വളരെ കൂടുതലായിരിക്കും. ഇടവക്കൂറിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആഡംബരങ്ങൾക്ക് അല്പം കൂടുതൽ മുൻതൂക്കം കൊടുക്കും. സ്വന്തം കഴിവിലുള്ള വിശ്വാസം വർദ്ധിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയ ഏജൻസി പ്രവർത്തനങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കും. വിദേശ യാത്രകൾ നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉന്നത വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനോ പ്രസംഗിക്കാനോ ഒക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. സ്ത്രീകളിൽ നിന്നും നല്ല പിന്തുണ കിട്ടുന്ന ഒരു കാലമാണ്. സാമ്പത്തിക സഹായങ്ങൾ പല സ്ഥലത്തു നിന്നും ലഭിക്കുന്നതാണ്. യാത്രകൾ പലപ്പോഴും ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യണം എന്നില്ല. അതുമൂലം മനപ്രയാസമൊക്കെ ഉണ്ടായേക്കാം. ശാരീരികമായ ബുദ്ധിമുട്ടും ഉണ്ടായേക്കാം. പിതാവുമായിട്ട് അകൽച്ചയോ അല്ലെങ്കിൽ ആശയപരമായിട്ട് ഭിന്നതയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചികിത്സ ആരംഭിക്കാനുള്ള സാധ്യതയുള്ളത്. മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ മറ്റ് ചില പതിവിനപ്പുറമുള്ള, പതിവായിട്ട് ലഭിക്കുന്ന സോഴ്സിനപ്പുറമുള്ള ചില സ്രോതസ്സുകളിൽ നിന്ന് അവർക്ക് പണം ലഭിക്കും. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഉപരിയായിട്ട് മറ്റൊരു ബിസിനസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് കിട്ടിയിട്ട് അതിലൂടെ പണം ലഭിക്കുന്നതാണ്. വ്യാപാരമാകാം, ട്യൂഷനാകാം,
അങ്ങനെ ഏതെങ്കിലും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ്. ഉല്ലാസയാത്രകളൊക്കെ നടത്താനുള്ള യോഗം ഉണ്ട്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ബന്ധുക്കളൊക്കെ ആയിട്ട് ഉണ്ടാകാം. വാക്ക് തർക്കങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹന യോഗം ഉണ്ട്. വീട് പണി പൂർത്തിയാക്കാനായിട്ടും സാധിക്കും. ശത്രുക്കളുടെ ദോഷം മേടക്കൂറുകാർക്ക് അല്പം കൂടുതലായിരിക്കും. ഇടവക്കൂറുകാർക്ക് അത്ര തന്നെ അത് ബാധിക്കാൻ സാധ്യതയില്ല. ഇടവക്കൂറുകാർക്ക് പ്രവർത്തന രംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടോ കാലതാമസമോ ഒക്കെ ഉണ്ടായേക്കാം. മക്കൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. തീർത്ഥയാത്ര നടത്താനും പുണ്യകർമ്മങ്ങൾ നടത്താനൊക്കെ അവർക്ക് കൂടുതലായിട്ട് സാധിക്കും. മേടക്കൂറുകാരെ അപേക്ഷിച്ച് തീർത്ഥയാത്രകൾ കൂടുതലായിട്ട് ഇടവക്കൂറുകാരാണ് നടത്താൻ സാധ്യതയുള്ളത്. സുഹൃത്തുക്കളിൽ നിന്നും സഹായം അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലങ്ങൾ നോക്കുമ്പം അവരിപ്പോഴും കുജദശയിലോ വ്യാഴദശയിലോ ബുധദശയിലോ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഏറെ ദശാകാലങ്ങളുണ്ട്. അതിൽ കുജദശ, വ്യാഴദശ, ബുധദശ ഈ 3 ദശകളും കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല. ഇതിലേതെങ്കിലും ഒരു ദശാകാലമാണ് ഇപ്പോൾ അവർക്കുള്ളതെങ്കിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കാർത്തിക നക്ഷത്രക്കാർ സൂര്യനെയും ശിവനെയും പതിവായിട്ട് ഭജിക്കുന്നത് ഉത്തമമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം കാർത്തിക നക്ഷത്രത്തിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളാണ് ഉത്രവും ഉത്രാടവും. ഈ ദിവസങ്ങളിൽ സൂര്യനെ ഭജിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. സൂര്യക്ഷേത്രം അടുത്തില്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. കാർത്തിക നക്ഷത്രവും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും നല്ലതാണ്. ദോഷപരിഹാര കർമ്മങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ദൈവജ്ഞനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. വലിയ ചിലവേറിയ വഴിപാടുകളെക്കാളും സിമ്പിളായിട്ടുള്ള ഒരുപാട് ചെറിയ അർച്ചനകളും വഴിപാടുകളൊക്കെ ഉണ്ട്. നെയ്വിളക്ക് പോലുള്ള സാധാരണ വഴിപാടുകളുമുണ്ട്. അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഏത് മേഖലയിലാണെന്ന് വെച്ചാൽ അതിനുള്ള പരിഹാരം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അത് ചെയ്യുക. അപ്പം നമുക്കൊരുപാട് ആശ്വാസം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ. അതുപോലെ തന്നെ ആദിത്യ ഹൃദയം പോലുള്ള മന്ത്രങ്ങൾ പതിവായിട്ട് ജപിക്കുന്നതും കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമാണ്. ഇതാണ് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും ഏപ്രിൽ മാസം ശുഭകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.